എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല, ചെറിയൊരു ക്ലീനിങ് വീഡിയോ ആയിട്ടാണ്. പെട്ടെന്ന് എങ്ങനെയാണ് ഞാൻ അടുക്കള വൃത്തിയാക്കുന്നതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് അല്ല, നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയ പ്രോഡക്റ്റ്സ് വെച്ചിട്ടാണ്. നാച്ചുറലായിട്ട് ക്ലീൻ ചെയ്യുന്നത് നമ്മളിതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമ്മളിന്ന് ക്ലീൻ ചെയ്യാനായിട്ട് കുറച്ച് സൊല്യൂഷൻസ് എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ കാണിക്കുന്നത് ഒരു സ്പ്രേ ആണ്. ഇത് നമ്മുടെ കൗണ്ടർ ടോപ്പും അതുപോലെ തന്നെ വെള്ള ടൈൽസും ക്ലീൻ ചെയ്യാനായിട്ട് വളരെ നല്ലതാണ്. സ്പ്രേ ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് തുടച്ചെടുത്താൽ മതി. അതുപോലെ തന്നെ ഇൻഡക്ഷൻ ഹോബ് ക്ലീൻ ചെയ്യാനൊരു സൊല്യൂഷനുണ്ട്. പിന്നെ വാഷ് ബേസിൻ ക്ലീൻ ചെയ്യാനായിട്ട് സിഫാണ്. സിഫ് വെച്ചിട്ട് നമുക്ക് വാഷ് ബേസിനും അതുപോലെ തന്നെ സ്റ്റൗ ടോപ്പും ക്ലീൻ ചെയ്യാം. വളരെ വൃത്തിയായിട്ട് ക്ലീൻ ആക്കും. അത് ക്ലീൻ ആക്കുന്നതിന് മുന്നായിട്ട് തന്നെ നമ്മൾ കൗണ്ടർ ടോപ്പിന് മുകളിലുള്ള സാധനമൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ട് പൊടികളൊക്കെ ഒന്ന് തൂത്ത് മാറ്റി ആദ്യം തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ സൊല്യൂഷൻ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം. കുറച്ച് അകലത്തിൽ പിടിച്ചിട്ടാണ് സ്പ്രേ ചെയ്യേണ്ടത്. ചെറിയൊരു കെമിക്കൽ പോലെയാണ്. അതുകൊണ്ട് ആഹാര സാധനങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് വേണം അത് സ്പ്രേ ചെയ്ത് എടുക്കാനായിട്ട്. ഒരു 10 മിനിറ്റ് നേരം നമുക്കത് അതുപോലെ വെച്ചിട്ട് നനഞ്ഞ തുണി വെച്ചിട്ട് നന്നായിട്ട് വൈപ്പ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇൻഡക്ഷൻ ഹോബ് ഒന്ന് വൃത്തിയാക്കി എടുക്കാം. നന്നായിട്ട് വൃത്തിയുടെ കിടക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ സൊല്യൂഷൻ കുറച്ചൊന്ന് ഇതിലേക്ക് ഒഴിച്ചിട്ട് കുറച്ചൊന്ന് നനച്ച് കൊടുത്തിട്ട് നമുക്ക് ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് ഉരച്ചിട്ട് ഒരു 10 മിനിറ്റ് അതൊന്നും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴത്തേക്ക് അഴുക്കൊക്കെ കുതിർന്ന് നമുക്ക് നന്നായിട്ട് ഈസിയായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. അതവിടെ റെസ്റ്റ് ആവുന്ന സമയം കൊണ്ട് നമുക്ക് വാഷ് ബേസിൻ ക്ലീൻ ചെയ്യാം. വാഷ് ബേസിൻ സാധാരണ ബേക്കിംഗ് സോഡയും വിനീഗറും വെച്ചിട്ട് ക്ലീൻ ചെയ്താൽ സ്റ്റെയിൻസ് ഒക്കെ നന്നായിട്ട് പോകും. പക്ഷെ അതിനൊന്നും സമയമില്ലാത്തവർക്ക് പെട്ടെന്ന് ഈ സിഫ് യൂസ് ചെയ്യാം. ഇതെന്ന് വെച്ചാൽ എല്ലാ തരത്തിലുള്ള കറകളും മാറ്റിയിട്ട് നല്ല തിളക്കം കൊടുക്കുന്ന ഒന്നാണ്. അപ്പോൾ ഇത് നമ്മുടെ ഇന്ത്യയിലും കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ട് ക്ലീൻ ആവും. നമ്മൾ തേയിലക്കറയൊക്കെ നമ്മുടെ വാഷ് ബേസിനുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് നല്ല ഈസി ആയിട്ട് ക്ലീനാക്കി എടുക്കാൻ പറ്റും. ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ഗ്ലൗസ് ഇട്ടിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. നന്നായിട്ട് നമ്മുടെ വാഷ് ബേസിന് ഇപ്പോൾ വെട്ടി തിളങ്ങുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ കൗണ്ടർ ടോപ്പും അതുപോലെ തന്നെ ടൈൽസും നനഞ്ഞൊരു തുണി വെച്ച് നന്നായിട്ട് തുടച്ച് എടുക്കുക. ഒട്ടും തന്നെ അഴുക്കില്ലാതെ നല്ല ക്ലീനായിട്ട് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഹോബ് നമ്മളൊരു ടിഷ്യൂ പേപ്പർ ഇട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചിട്ട് വീണ്ടും നനഞ്ഞ തുണിയിട്ട് നന്നായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ അഴുക്കൊന്നും ഇല്ലാതെ തന്നെ. ഇപ്പം നമ്മുടെ കിച്ചൺ നന്നായിട്ട് ക്ലീനായി വന്നിട്ടുണ്ട്. ക്ലീനായി കഴിഞ്ഞിട്ട് കുക്ക് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ്. അപ്പോഴാണ് നമുക്കൊന്നുകൂടെ ഒരു എനർജിയും ഒക്കെ കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ പെട്ടെന്ന് അടുക്കള ക്ലീൻ ആക്കുന്നത് വീക്കെൻഡ് ഒക്കെ ആകുമ്പോൾ. അത് കഴിയുമ്പോൾ കുക്ക് ചെയ്യാനായിട്ട് നല്ലൊരു ഉത്സാഹമാണ് ക്ലീനായി കിടക്കുന്ന അടുക്കളയിൽ കുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ കൂടുതൽ ഇതുപോലെയുള്ള ചെറിയ ചെറിയ ടിപ്സൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുപോലെ ബേസിക് കുക്കിംഗ് സീരീസ് ഇതുവരെ കാണാത്തവർ കണ്ടു നോക്കുക. കൂടുതൽ റെസിപ്പീസുമായിട്ട് നമ്മൾ അടുത്ത ദിവസങ്ങളിൽ വരുന്നതാണ്. പുതിയ റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. Thank you.